ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു വേവ് എഫക്റ്റാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ട്രാൻസിഷൻ്റെ കൂടെ, നിങ്ങളുടെ വീഡിയോസിലെ ഓരോ ട്രാൻസിഷൻ്റെ കൂടെ ഈ ഒരു എഫക്റ്റ് കൂടി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. സോ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണിത്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലോട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചാൽ അലൈറ്റ്മോഷനിൽ പൊതുവെ വീഡിയോസൊക്കെ ഭയങ്കര ലാഗാണ്. ആ ഒരു ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പണി തുടങ്ങാം, എങ്ങനെ ആ ഒരു എഫക്റ്റ് വരുത്താം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഫോട്ടോ സെലക്ട് ചെയ്യണം. അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യാണ്, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാണ്. ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയാൽ നിങ്ങൾക്ക് അടിയിലായിട്ട് വേവ് വാപ്പ് കാണാനായിട്ട് പറ്റും. അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്താനുണ്ട്. സോ നമ്മൾ ഫേസിൽ തന്നെ നമുക്ക് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം എൻഡിങ്ങിൽ നമ്മളൊന്നും ചെയ്യേണ്ട, സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് നമ്മളോട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ 0.93 ആണ്. സോ 0.93 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാനിവിടെ ഫേസിൽ ഞാനിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യണം. സോ ആ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യുക. കർവാണ് ഞാനിവിടെ പറഞ്ഞ് ശീലമായി പോയതാണ് ഗ്രാഫ് എന്നുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ ഈ ഒരു ഗ്രാഫാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും ഈ ഒരു ഗ്രാഫ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി കർവ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു കർവ് ആവശ്യമുണ്ട്, അതുകൊണ്ട് അതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്ക് വരിക. അതിനുശേഷം ആംഗിളാണ് നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് -38 ആണ്. സോ -38.5 ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്പേസിംഗ് ആണ്. സ്പേസിംഗ് എടുത്തതിന് ശേഷം നമുക്ക് 20 ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 9.5 മാത്രം മതി. സോ അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ 9.5 സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാഗ്നിറ്റ്യൂഡാണ്. സോ മാഗ്നിറ്റ്യൂഡിൽ വന്നതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എൻഡിങ്ങിൽ കീ നമ്മൾ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക, 0.00. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് 4.2 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യണം. സോ ഈ ഒരു ഗ്രാഫ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഗ്രാഫ് ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ആ ഒരു പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വാപ്പ് ആംഗിളിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 90 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിവിടെ 45 മാത്രം മതി. സോ നിങ്ങൾ 45 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ വേവ് വാപ്പിലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ വേവ് ആയിട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് 2 സൈഡും വേണം. ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ്, ഒരു എക്സ് രീതിയിൽ നമുക്ക് വരണം. അതിനായിട്ട് നിങ്ങൾ വേവ് വാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഈ ഒരു എഫക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് 2 വേവ് വാപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിയിൽ വേവ് വാപ്പ് വന്നതിന് ശേഷം അതിൽ ഫേസ് നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്ക് സെയിം ആയിട്ട് തന്നെ വേണം. മാഗ്നിറ്റ്യൂഡ് നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്കത് സെയിം ആയിട്ട് തന്നെ വേണം. വാപ്പ് ആംഗിൾ നമ്മളൊന്നും ചെയ്യേണ്ട, അത് നമുക്ക് സെയിം ആയിട്ട് വേണം. നമ്മളിവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ സ്പേസിങ്ങും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ ആംഗിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊടുക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് 36.5 ആണ്. സോ ഇവിടെ മൈനസ് ആയിരുന്നു, നമ്മളത് +36.5 ആക്കി കൊടുക്കണം. ഓക്കെ, സോ ഞാനിവിടെ 36.5 ആക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്പേസിംഗ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 8.8 മാത്രം മതി നമുക്കിവിടെ ആ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു എഫക്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. 2 വേവ് ആപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇതിലോട്ട് നമ്മൾ ഈ ഒരു എഫക്റ്റ് മാത്രം ആഡ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എന്തായാലും ഒരു ട്രാൻസിഷൻ കൂടി ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് കുറച്ച് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ടൈൽസ് എഫക്റ്റ് വേണം. സോ ടൈൽസ് എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ടൈൽസ് എഫക്റ്റ് എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് മോഷൻ ബ്ലറാണ്. നമ്മൾ എന്തായാലും ട്രാൻസിഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ഒരു മോഷൻ ബ്ലർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എഫക്ട്സ് എല്ലാം കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫയൽസിലോട്ടും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ വേണം അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഒരു എഫക്ട്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ആ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാവും ഈ ഒരു എഫക്റ്റ് വരുന്നുണ്ടാവുക. ഇനി ഞാൻ ജസ്റ്റ് ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ജസ്റ്റ് ഒരു റൊട്ടേഷൻ പോലുള്ളൊരു ട്രാൻസിഷൻ കൂടി ആഡ് ചെയ്യുകയാണ്. ഇതൊരു എഫക്റ്റാണ്, പക്ഷേ ട്രാൻസിഷൻ അല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ കൂടി ആഡ് ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഈ ഒരു റൊട്ടേഷൻ ട്രാൻസിഷൻ കൂടി ആഡ് ചെയ്യണം.
ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്കൊരു ട്രാൻസിഷൻ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഈ ഒരു എഫക്റ്റും ട്രാൻസിഷനൊക്കെ കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സോ നിങ്ങൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പിന്നെ പ്രത്യേകമായിട്ട് എനിക്കൊരു പോയിൻ്റ് കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയിൽ ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ വീഡിയോയിൽ ആദ്യം സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റുമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടോ. ഇപ്പോൾ നിങ്ങളൊരു സാഡ് എഡിറ്റാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. അതിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റൊക്കെ ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് ഇങ്ങനത്തെ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി നെക്സ്റ്റ് ടൈം. ബൈ.